കുറച്ചു പാലെങ്കിലും കൊടുക്കൂ ടീച്ചർക്ക്, ഇല്ലെങ്കിൽ പട്ടിണി കിടന്ന് അന്തരിക്കും. ഇത് 98ാം പിറന്നാൾ ആഘോഷിക്കുന്ന പ്രശസ്ത എഴുത്തുകാരി ലീലാവതി ടീച്ചറെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വന്ന കമൻ്റാണ്. ഭക്ഷണത്തിനും മരുന്നിനും പാത്രം നീട്ടുന്ന ഗാസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ചോറ് തൊണ്ടയിൽ നിന്നിറങ്ങുക? ടീച്ചറുടെ ഈ വാക്കുകളാണ് ഇത്രയധികം ആക്രമണങ്ങൾ നേരിടേണ്ടി വരാൻ കാരണമായത്. 2017 ഓഖി ദുരന്തബാധിതരായ ഒരു വിധവയായ സ്ത്രീയെയും അവരുടെ 4 പെൺമക്കളെയും സഹായിക്കാൻ തൻ്റെ പുരസ്കാര തുക മാറ്റിവെച്ച ഒരു സ്ത്രീയെയാണ് ഇപ്പോൾ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നത്. അല്പമെങ്കിലും മനുഷ്യത്വം ബാക്കിയുള്ള ആർക്കും സ്വസ്ഥതയോടെ ജീവിക്കാനാകാത്ത ഭീകരാവസ്ഥയാണ് ഗാസ സമ്മാനിക്കുന്നത്. ഉടൽ ചിതറുന്ന കുഞ്ഞുങ്ങൾ, മരുന്നിനും ഭക്ഷണത്തിനും വരി നിൽക്കുന്നവരിലേക്ക് വന്നു വീഴുന്ന ബോംബുകൾ, ഇവയെല്ലാം ഭയാനകമാണ്. ആ സങ്കടമായിരിക്കാം 98ാം പിറന്നാൾ ദിനത്തിൽ ആശംസാവചസ്സുകളുമായി വരുന്ന എല്ലാവരെയും വിലക്കി പ്രാർത്ഥനാനിരതമായ മനസ്സുമായി ഒറ്റയ്ക്കിരിക്കാൻ ലീലാവതി ടീച്ചറെ പ്രേരിപ്പിച്ചത്. ലോകത്തേത് കുഞ്ഞിൻ്റെയും നിലവിളി തൻ്റെ സ്വന്തം കുഞ്ഞിൻ്റേതെന്ന് തന്നെ തിരിച്ചറിയുന്ന ലോകമാതൃത്വത്തെ തിരിച്ചറിയാൻ സംഘപരിവാറിൻ്റെ വിചാരധാരകൾക്കൊന്നും കഴിയില്ല. ഫാസിസ്റ്റുകൾക്ക് വെറുപ്പിൻ്റെയും പകയുടെയും ഭാഷ മാത്രമേ അറിയൂ. മാരകായുധങ്ങളുടെ ഒച്ചയാണ് അവർക്ക് ശംഖനാദം. ഹിംസ്ര ജന്തുക്കളെ പോലെ മാംസത്തിനും ചോരയ്ക്കും ആർത്തി പൂണ്ട് പാഞ്ഞു നടക്കുന്നവർക്ക് മനുഷ്യത്വത്തിൻ്റെ സ്വരം തിരിച്ചറിയാനാകില്ല. കൊലയാളികളാണ് അവരുടെ ദൈവങ്ങൾ. ലീലാവതി ടീച്ചറുടെ ചോദ്യം ഭൂമിയിലെ എല്ലാ അമ്മമാരുടെയും ഉള്ളിൽ നീറുന്ന കനലാണ്. ആയുധങ്ങൾ ഇല്ലാതാകുന്ന കാലം വരെ, യുദ്ധാസക്തർ തുടച്ചു മാറ്റപ്പെടുന്ന കാലം വരെ, ഫാസിസ്റ്റുകൾ ഇല്ലാതാകുന്ന കാലം വരെ, കുഞ്ഞുങ്ങളുടെ നിലവിളിയാൽ ഭൂമി പൊള്ളിപ്പിടയാത്ത നാളുവരെ മനുഷ്യത്വം ബാക്കിയുള്ള എല്ലാവരും ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഫാസിസത്തിൻ്റെ ആയുധപുരകൾക്ക് മനുഷ്യകുലത്തിൻ്റെ ഇച്ഛാശക്തിയെ നിയന്ത്രിക്കാനാകാത്ത കാലം വരിക തന്നെ ചെയ്യും.